എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലെ വേദിയിൽ നിന്ന് വീണ ഉമാ തോമസ് MLAയ്ക്കുണ്ടായ അപകടത്തിൽ സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ചയെന്ന പ്രാഥമിക റിപ്പോർട്ട്. മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത വേദിയിൽ പ്രാഥമിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഫയർഫോഴ്സിന്റെ കണ്ടെത്തൽ. പരിപാടിയുടെ സംഘാടകർ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള പറഞ്ഞു. സംഘാടകരുമായുള്ള കരാറിൽ സുരക്ഷാ മാനദണ്ഡം പാലിക്കണം എന്നുണ്ടായിരുന്നു. കരാർ വിശദാംശങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കും. പോലീസ് റിപ്പോർട്ട് കൂടി പരിഗണിച്ച് സംഘാടകരെ നോട്ടീസ് നൽകി വിളിപ്പിക്കുമെന്നും ചന്ദ്രൻപിള്ള അറിയിച്ചു. നമ്മൾ സേഫ്റ്റി സെക്യൂരിറ്റിയും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി ചെയ്യേണ്ട വിവിധ ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യേണ്ട കോർപ്പറേഷൻ, ഫയർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് അവർ വേണ്ടത്ര ചെയ്തു എന്നുള്ളത് ഇല്ല. ഞാൻ തീർച്ചയായും പറയുന്നില്ല, പക്ഷെ പരിശോധിച്ചിട്ട് വേണം. അതിന് പരിശോധിക്കാൻ ഏജൻസി പോലീസ് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾ അവരുടെ കോർഡിനേറ്റ്. അതേസമയം ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നതായാണ് വിവരം. അല്പസമയത്തിനകം പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരും. ഇന്നിപ്പോൾ രാവിലെ CT സ്കാന് വേണ്ടി പേഷ്യൻ്റ് അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. CT സ്കാൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ തുടരുന്ന രീതി തന്നെയാണോ മുന്നോട്ട് പോകേണ്ടത്, അതോ വേറെ എന്തെങ്കിലും മാറ്റം വേണ്ടതുണ്ടോ എന്ന് അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക. കൊണ്ടുപോകുന്നതിനേക്കാളും മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണുള്ളത്. ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് 11 മണിയോടുകൂടി CTക്ക് ശേഷം ഹോസ്പിറ്റലിൽ വേണ്ടൊരു മെഡിക്കൽ ബുള്ളറ്റിൻ അവർ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിശദമായിട്ടുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നതായിരിക്കും ഉചിതം. നേരത്തെ തലച്ചോറിലുള്ള ഇതായിട്ട് നമുക്ക് കുറേ കൂടി കണ്ടിരുന്നത്, അപ്പോൾ അതിപ്പോൾ ഏകദേശം കൺട്രോളായിട്ടാണ് വിളിക്കുന്നത്. സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് കോട്ടയത്തെയും ഇവിടത്തെയും അതുപോലെ ഞങ്ങളെല്ലാം ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം എന്നുള്ളത്. ഡാനി ഇപ്പോൾ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നാണ് മന്ത്രി തന്നെ അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാമോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, ഇതിൽ എടുത്തു പറയേണ്ടത് ഇന്നലെ ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഉമാ തോമസിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി അതിൽ നിന്ന് ഒരല്പം മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് നേരത്തെ അവരെ സന്ദർശിച്ചും ഡോക്ടർമാരോട് സംസാരിച്ചും പുറത്തിറങ്ങിയ മന്ത്രി P. രാജീവ്, ഹൈബീഡൻ MP തുടങ്ങിയവർ പറഞ്ഞത്. കാരണം ഇന്നലെ കൊണ്ടുവരുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന രീതിയിൽ നിന്ന് അതിൽ നിന്ന് ഒരല്പം ഭേദപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. എങ്കിലും ഗുരുതരമായ പരിക്കുകൾ തന്നെയാണ് അവർക്ക് ഏറ്റിട്ടുള്ളത്. തലച്ചോറിനേറ്റ ക്ഷതം, അതോടൊപ്പം തന്നെയാണ് വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ അതിൽ രക്തം കെട്ടി നിൽക്കാനുള്ളൊരു സാഹചര്യം അടക്കമുള്ള കാര്യങ്ങളുണ്ടായത്. മുഖത്ത് സാരമായ രീതിയിലുള്ള പരിക്കേറ്റിൻ്റെ ചതവുകളുണ്ട് ശരീരത്തിന്. അങ്ങനെ ഈ പരിക്കിൻ്റെ സ്വഭാവങ്ങളെല്ലാം തന്നെ ഗുരുതരമാണ്. എങ്കിൽ കൂടിയും ഇന്നലെ കൊണ്ടുവന്ന രീതിയിൽ നിന്ന് കുറച്ചെങ്കിലും അവരുടെ ഒരവസ്ഥയ്ക്ക് ആരോഗ്യസ്ഥിതിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതൊരു ചികിത്സാ രീതി എന്ന രീതിയിലാണ് അവർ തന്നെ പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിലും ആരോഗ്യസ്ഥിതിയിൽ കുറച്ചെങ്കിലും പുരോഗതി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അല്പസമയം മുൻപ് CT സ്കാൻ അത് പൂർത്തിയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഡോക്ടർമാരടങ്ങുന്ന സംഘം മെഡിക്കൽ ബോർഡ് കൂടിയിട്ടുണ്ട്. മെഡിക്കൽ ബോർഡ് ഇത് ചർച്ച ചെയ്യും. ഒപ്പം സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘവുമായി ചേർന്നുകൊണ്ട് അവർ ഇത് സംബന്ധിയായ ചർച്ചകളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതിൻ്റെ ഒരു വിശദാംശങ്ങൾ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ എന്ന രീതിയിൽ തന്നെ പുറത്തിറങ്ങും. അല്ലെങ്കിൽ ഡോക്ടർമാർ ഇവിടെ വന്ന് സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നലെ കൊണ്ടുവന്നതിൽ നിന്ന്, ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആ സ്ഥിതിയിൽ നിന്ന് ഒരല്പം ഭേദപ്പെട്ട രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നു. എങ്കിലും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ദീർഘകാലം ചികിത്സ വേണ്ടി വരുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നടക്കം അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. CT സ്കാൻ ലഭിച്ചതിന് ശേഷം ഇനിയുള്ള ചികിത്സ ഏത് രീതിയിലാണ്, എങ്ങനെയാണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലും തീരുമാനമുണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിരവധി പേർ അടക്കം ഇവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. MP-മാരും മറ്റ് ജനപ്രതിനിധികളും അടക്കമുള്ളവർ അവരെ സന്ദർശിച്ച ഇവിടേക്ക് എത്തുന്നു. വൈകാതെ മെഡിക്കൽ ടീം അംഗങ്ങൾ കൂടി ഇവിടേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവരിത്